VK ടെലിവിഷൻ 2020 ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ഗണിതത്തിലെ മൂന്നാമത്തെ പാഠമായ ബഹുഭുജങ്ങൾ പോളിഗൺസ് എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർക്ക്ഷീറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഞാൻ ആകെ 4 പ്രോബ്ലംസ് ആണ് തന്നിരുന്നത്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലമാണ് കാണുന്നത്. അതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അതുപോലെ രണ്ടാമത്തേത് ഇതാണ് രണ്ടാമത്തെ കണക്ക്. അതിന് ഇംഗ്ലീഷ് ഇതാണ്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം ഇതാണ്. മൂന്നാമത്തെ പ്രോബ്ലം അതിൻ്റെ ഇംഗ്ലീഷ് ആണ് കാണുന്നത്. അവസാനം നാലാമത്തേത്. ഇനി നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം ചർച്ച ചെയ്യാം. ഒരു ഷഡ്ഭുജത്തിൽ ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലയിലേക്ക് എത്ര വികരണങ്ങൾ വരയ്ക്കാം? ഒരു ഷഡ്ഭുജത്തിലെ ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലയിലേക്ക് എത്ര വികരണങ്ങൾ വരയ്ക്കാം? ഈ വികരണങ്ങൾ ഉപയോഗിച്ച് എത്ര ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഈ ഷഡ്ഭുജത്തിൻ്റെ കോണുകളുടെ തുക കാണുക. ഇൻ എ ഹെക്സഗൺ, how many diagonals can be drawn from a vertex to other vertices? Second question, how many triangles will be made by these diagonals? See what is the sum of the angles of a hexagon. ഇവിടെ ഞാൻ ആദ്യം ഒരു ഹെക്സഗൺ വരയ്ക്കാൻ പോവുകയാണ്. അതായത് ഒരു ഷഡ്ഭുജം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഷഡ്ഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും? 6 വശങ്ങൾ ഉണ്ടായിരിക്കും. 1 2 3 4 5 6 6 വശങ്ങളുണ്ട്. ഇതിന്ന് ഒരു മൂലയിൽ നിന്ന് ഒരു വെർട്ടിസിൽ നിന്ന് മറ്റ് വെർട്ടിസസിലേക്ക് എത്ര ഡയഗണൽസ് വരയ്ക്കാൻ വയ്ക്കുന്നത്? അതായത് ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലകളിലേക്ക് എത്ര വികരണങ്ങൾ വരയ്ക്കാമെന്നുണ്ട്. നോക്കൂ, ഈ മൂലയിൽ നിന്ന് ഒന്നാമത്തെ വികരണം ഇതാണ്, ഫസ്റ്റ് ഡയഗണൽ. ഇതാണെന്ത്? രണ്ടാമത്തെ വികരണം, അതായത് രണ്ടാമത്തെ ഡയഗണൽ. ഇതാണ് മൂന്നാമത്തത്. അപ്പോൾ എന്താണ്? നമുക്ക് 3 വികരണങ്ങൾ വരയ്ക്കാൻ കഴിയും, അല്ലേ? 3 വികരണങ്ങൾ വരയ്ക്കാൻ കഴിയും. വി ക്യാൻ ഡ്രോ 3 ഡയഗണൽസ് ഫ്രം 1 വെർട്ടെക്സ് ടു അതർ 3 വെർട്ടിസസ്. അതായത് ഒരു മൂലയിൽ നിന്ന്, ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് മറ്റ് മൂലകളിലേക്ക് വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഓക്കെ, 3 ആണ്. അടുത്ത് നോക്കൂ, ഈ വികരണങ്ങൾ ഉപയോഗിച്ച് എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം? ഹൗ മെനി ട്രയാങ്കിൾസ് വിൽ ബി മെയ്ഡ് ബൈ ദീസ് ഡയഗണൽസ്? ഈ 3 വികരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര ത്രികോണങ്ങൾ നിർമ്മിക്കാം? എത്രയാണ്? 1 2 3 4. ഓക്കെ, 4 ത്രികോണങ്ങൾ, ട്രയാങ്കിൾസ് നിർമ്മിക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഇതിന് 6 വശങ്ങളാണെങ്കിൽ, ഈ ഷഡ്ഭുജത്തിന് 6 വശങ്ങളാവുമ്പോൾ വരയ്ക്കാവുന്ന വികരണങ്ങൾ എണ്ണത്തിലാണ്? 3 ആണ്. 6 നിന്ന് 3 കുറയ്ക്കുകയാണ്. അപ്പോൾ ഉണ്ടാവുന്ന ത്രികോണങ്ങൾ എണ്ണം എന്തായിരിക്കും? ഈ വികരണങ്ങളുടെ എണ്ണത്തേക്കാൾ 1 കൂടുതലായിരിക്കും, 4 ഉണ്ടായിരിക്കും. അതായത് 6 - 2 = 4. അപ്പോൾ ഒരു പോളിഗന്റെ വശങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ അതിൽ വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം എന്തായിരിക്കും? n-3 ആയിരിക്കും. അതുപോലെ അതിൽ വരയ്ക്കാവുന്ന ത്രികോണങ്ങളുടെ എണ്ണം എന്തായിരിക്കും? അതായത് അപ്പോൾ ഉണ്ടാകുന്ന ത്രികോണങ്ങളുടെ എണ്ണം എന്തായിരിക്കും? n-2 ആയിരിക്കും. ഓക്കെ, നോക്കൂ, ഈ ഷഡ്ഭുജത്തിൻ്റെ കോണുകളുടെ തുക കാണുക. നോക്കൂ, ഇവിടെ എത്ര ത്രികോണങ്ങളുണ്ട്? ഇത് ആദ്യത്തെ ത്രികോണമാണ്. ഇതെന്താണ്? അടുത്ത ത്രികോണമാണ്. ഇത് അടുത്തതാണ്. അപ്പോൾ എത്ര ഉണ്ട്? 4 ത്രികോണങ്ങളുണ്ട്. അപ്പോൾ കോണുകളുടെ തുക എന്തായിരിക്കും? പറയൂ. സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ ടു 4 × 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു 720 ഡിഗ്രി ഈസ് ഈക്വൽ ടു 720 ഡിഗ്രി ആയിരിക്കും. അടുത്ത നോക്കൂ, ഇൻ എ 12-sided polygon, how many diagonals can be drawn from a vertex to other vertices? Okay, how many triangles will be made by these diagonals? What is the sum of the angles of this polygon? What is the sum of the angles of n-sided polygon? 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലയിലേക്ക് എത്ര വികരണങ്ങൾ വരയ്ക്കാം? ഈ വികരണങ്ങൾ ഉപയോഗിച്ച് എത്ര ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഈ ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക കാണുക. n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക കാണുക. നോക്കൂ, ആദ്യമത്തെ കണ്ട് എത്ര ഡയഗണൽസ് വരയ്ക്കാം? ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലയിലേക്ക്, ഒരു വെർട്ടെക്സ് നിന്ന് മറ്റു വെർട്ടീസസിലേക്ക് എത്ര ഡയഗണൽസ്, വികരണങ്ങൾ വരയ്ക്കാം? ഇവിടെ നോക്കൂ,
ഇതിപ്പോൾ ആദ്യമേ കണ്ടെത്താണ് ഇവിടെ ഒരു മൂലയിൽ നിന്ന് ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റ് വെർട്ടീസസിലേക്ക് 3 ഡയഗണൽസ് വരയ്ക്കാം. നമ്മൾ 4 സൈഡ് പരിഗണിക്കുന്ന സമയത്ത് എന്താണ് ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലയ്ക്ക് ഒരൊറ്റ വികരണം വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 സൈഡ്സ് ആണെങ്കിൽ വി ക്യാൻ ഡ്രോ 4 - 3 ഡയഗണൽസ് അല്ലേ. 4 - 3 ഡയഗണൽസ് 1. അപ്പോൾ എന്താണ് 6 സൈഡ് ആണെങ്കിൽ വി ക്യാൻ ഡ്രോ 6 - 3 = 3 ഡയഗണൽസ്. അപ്പോൾ 12 സൈഡ്സ് ആവുന്നതായിരിക്കും 12 - 3 = 9 ആയിരിക്കും. ഈ വികരണങ്ങൾ ഉപയോഗിച്ച് എത്ര ത്രികോണം ഉണ്ടാക്കാം? ഹൗ മെനി ട്രയാങ്കിൾസ് വിൽ ബി മെയ്ഡ് ബൈ ദീസ് ഡയഗണൽസ് അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് ഒരു ഡയഗണൽ വരയ്ക്കാൻ കഴിയുമെങ്കിൽ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യുക. 3 ഡയഗണൽസ് വരയ്ക്കാൻ കഴിയുന്നെങ്കിൽ 4 ട്രയാങ്കിൾസ് ഫോം ചെയ്യുക. അപ്പോൾ എന്താണ് 9 ഡയഗണൽസ് വരയ്ക്കാൻ കഴിയുന്നതെങ്കിൽ എന്തായിരിക്കും? വി ക്യാൻ ഫോം 10 ട്രയാങ്കിൾസ്. ഓക്കെ, 12 - 2 = 10 ആയിരിക്കും. ശരിയല്ലേ. ഇവിടെ ഇവിടെ 2 അല്ലേ, അതായത് 4 - 2 = 2. ഇവിടെ എത്ര ഫോം ചെയ്യാം? 4 ട്രയാങ്കിൾസ് ഫോം ചെയ്യാം. അതായത് 6 - 2 = 4 ആണ്. അപ്പോൾ അവിടെ 12 സൈഡഡ് ആയതുകൊണ്ട് എന്തായിരിക്കും? 12 - 2 = 10 ആയിരിക്കും. 12 - 2 = 10 ആയിരിക്കും. നോക്കൂ, വാട്ട് ഇസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദിസ് പോളിഗൺ? ഈ പോളിഗൻ്റെ വാട്ട് ഇസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദിസ് പോളിഗൺ? ഈ പോളിഗൻ്റെ കോണുകളുടെ തുക എത്ര ആയിരിക്കും? ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്? 10 ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. സോ സം ഓഫ് ദി ആംഗിൾസ് = 10 × 180 ഡിഗ്രി = 1800 ഡിഗ്രി. ഓക്കെ, 1800 ഡിഗ്രി. നോക്കൂ, n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എന്തായിരിക്കും? n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എന്തായിരിക്കും? വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് n സൈഡഡ് പോളിഗൺ അല്ലേ. n സൈഡഡ് പോളിഗൻ്റെ സം ഓഫ് ദി ആംഗിൾസ് എത്രയായിരിക്കുന്നത്? അത് നോക്കൂ, ഇവിടെ എന്താണ് 10 × 180 ആണ്. 12 സൈഡഡ് ആണെങ്കിൽ എന്താണ്? 12 സൈഡഡ് ആണെങ്കിൽ 10 × 180, അതായത് ഈ 10 എന്താണ്? 12 - 2 ആണ് അല്ലേ. 12 - 2 ആണ്. അപ്പോൾ n സൈഡഡ് ആണെങ്കിൽ എന്തായിരിക്കും? n - 2 × 180 അതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, n - 2 × 180. ഇനി അടുത്തത്, ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 1800 ഡിഗ്രി ആണ്. വശങ്ങളുടെ എണ്ണം എത്ര? അകക്കോണുകളുടെ എണ്ണം എത്ര? ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലയിലേക്ക് എത്ര വികരണങ്ങൾ വരയ്ക്കാം? അപ്പോൾ ഉണ്ടാകുന്ന ത്രികോണങ്ങളുടെ എണ്ണം എത്ര? The sum of the angles of a polygon is 1800 degree. How many sides does it have? How many inner angles does it have? How many diagonals can be drawn from a vertex to other vertices? How many triangles will be made by these diagonals? ഇവിടെ സം ഓഫ് ദി ആംഗിൾസ് എത്രയാണ്? 1800 ആണ് അല്ലേ. 1800 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമ്മൾ. 180 എന്താണ്? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, ആ 1800നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക്? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദി പോളിഗൺ കിട്ടും അല്ലേ. എത്രയായിരിക്കും? നോക്കൂ, n സൈഡഡ് ആണെങ്കിൽ വി ക്യാൻ ഫോം n - 2 ട്രയാങ്കിൾസ് ഇൻ ദി പോളിഗൺ. അതായത് ഒരു ബഹുഭുജത്തിന് കോണുകളുടെ തുക എത്രയാണ്? 1800 ഡിഗ്രിയാണ്. അത് നമ്മൾ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് അതിനകത്തുള്ള ട്രയാങ്കിൾസിൻ്റെ എണ്ണമാണ്, ത്രികോണങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ നോക്കൂ, 1800 / 180 ഈ സീക്വൽ എന്താണ്? 10 എന്ന് പറയുന്നത് എന്താണ്? ഈ സീക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ എ പോളിഗൺ. എന്താണ്? ഒരു ബഹുഭുജത്തിലെ ത്രികോണങ്ങളുടെ എണ്ണത്രയായിരിക്കും? അതാണ് n - 2 സമം എന്താണ്? 10. ഈ -2 കൊണ്ട് പോകുന്നത് എന്തായി മാറും? +2 ആയി മാറും. അപ്പോൾ n = 10 + 2 = 12. n = 10 + 2 = 12. അപ്പോൾ എന്താണ്? ഈ കാണുന്ന ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? വശങ്ങളുടെ എണ്ണം 12 ആണ്. ബാക്കി കാര്യങ്ങൾ ചെയ്താൽ അകക്കോണുകളുടെ എണ്ണം ഇതിന് 12 വശങ്ങളുണ്ട്. എന്തായിരിക്കും? 12 അകക്കോണുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? അകക്കോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇന്നർ ആംഗിൾസിൻ്റെ എണ്ണം എത്രയാണ്? = 12 ആണ്. പിന്നെ അടുത്ത സിയും ഡിയും നമ്മൾ കഴിഞ്ഞ പ്രവർത്തി ചെയ്താണ് അല്ലേ. ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലയ്ക്ക് എത്ര വികരണങ്ങൾ വരയ്ക്കാം? ഹൗ മെനി ഡയഗണൽസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ് ടു അതർ വെർട്ടീസസ് എത്രയാണ്? = 9 എന്നാണ്. 3 മനസ്സിലാൽ മതി.
അപ്പോൾ ഉണ്ടാകുന്ന ത്രികോണങ്ങളുടെ എണ്ണം അല്ലേ, ഹൗ മെനി ട്രയാങ്കിൾസ് വിൽ ബി മെയ്ഡ് ബൈ ദീസ് ഡയഗണൽ, അതും വിളിച്ചതാണ് എത്രയാണ് 10 ആണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്രയാണ് 3600 ഡിഗ്രി ആണ്. വശങ്ങളുടെ എണ്ണം 3 കുറവായ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? വശങ്ങളുടെ എണ്ണം 2 കൂടുതലായ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 3600. ഓക്കെ, വാട്ട് ഇസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 3 സൈഡ്സ് ലെസ്? ഓക്കെ, 3 വശങ്ങൾ കുറവാണെങ്കിൽ എത്ര ഉണ്ടാകുന്ന പോളിഗണിന്റെ സം ഓഫ് ദി ആംഗിൾസ് എത്ര? വാട്ട് അബൌട്ട് എ പോളിഗൺ വിത്ത് 2 സൈഡ് മോർ? 2 വശങ്ങൾ കൂടുതലുള്ളതിന്റെ സമ്മ് എത്ര? ഇവിടെ നോക്കൂ, ഇവിടെ സൈഡ്സ് കാണാൻ പറഞ്ഞില്ല അല്ലേ, സൈഡ്സ് കാണാൻ പറഞ്ഞില്ല. ഇവിടെ എന്താണ് ഈ സൈഡ്സ് എണ്ണം എന്താണ് 3 കുറയണം. ഓക്കെ, സൈഡ്സുകളുടെ എണ്ണം എത്രയാണ് 3 കുറഞ്ഞാൽ ഉണ്ടാകുന്ന ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? അതായത് പോളിഗണിന്റെ സം ഓഫ് ദി ആംഗിൾസ് എത്ര എന്ന് ചോദിക്കുന്നത്. നമുക്ക് അറിയാം ഓരോ സൈഡ് കൂടുതൽ എത്രയായിരിക്കും, അതിൻ്റെ ഓരോ സൈഡ് ഇപ്പോൾ ട്രയാങ്കിൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 3 സൈഡഡ് പോളിഗണാണ് ട്രയാങ്കിൾ, അതിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് ആണ് 180. നമ്മൾ 4 സൈഡഡ് പോളിഗണിലേക്ക് മാറുമ്പോൾ എന്തായി മാറും, അതിന് കൂടെ ഒരു 180 കഴിഞ്ഞാൽ 360 ആയിരിക്കും. പിന്നെ ഒരു പെൻറ്റഗണാണ് 5 സൈഡ് ആകുമ്പോൾ എന്താണ് വീടൊരു 180 ആഡ് ചെയ്യുകയാണ് അല്ലേ, 360 + 180 = 540. അപ്പോൾ ഒരു ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ആംഗിൾസും സമ്മ്, അതിനകത്തുള്ള കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് 180 ഡിഗ്രിയാണ്. അത് 4 സൈഡിലേക്ക് മാറുമ്പോൾ എന്തായി മാറും, 4 സൈഡിലേക്ക് മാറുമ്പോൾ എന്തായി മാറും, ചതുർഭുജാവും കോൺട്രിലേറ്റർ ആവും. അപ്പോൾ എന്തായിരിക്കും സം ഓഫ് ദി ആംഗിൾസ് കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 + 180. അപ്പോൾ ഓരോ സൈഡ് കൂടുന്നതനുസരിച്ചും എന്താണ് അതിൻ്റെ ഇന്നർ ആംഗിൾ സം എന്താണ് 180 കൂടും. ഇവിടെ നോക്കൂ, ഇവിടെ 3600 ആണെന്ത് സം ഓഫ് ദി ആംഗിൾസ്. അതിനാണ് സൈഡ്സ് എണ്ണം 3 കുറയുമ്പോൾ എന്തായിരിക്കും സം ഓഫ് ദി ആംഗിൾസ് എത്ര കുറയും, 3600 - 3 × 180. ഓക്കെ, ഈസ് ഈക്വൽ ടു 3600 - 540 ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, വശങ്ങളുടെ എണ്ണം 2 കൂടുതലായ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? അല്ലേ, അതായത് പോളിഗണിന്റെ 2 സൈഡ്, ഈ ഇപ്പോൾ തന്നിരിക്കുന്ന പോളിഗണിന്റെ 2 സൈഡ് കൂടുതലാണെങ്കിൽ അതിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് കോണുകളുടെ തുക എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പം എന്ത് ചെയ്താൽ മതി, എത്ര 180 നമ്മൾ ആഡ് ചെയ്യണം, 2 × 180 ആഡ് ചെയ്യണം. 3600 ഡിഗ്രി + 2 × 180 ഈസ് ഈക്വൽ ടു 3600 + 360 ഈസ് ഈക്വൽ ടു 3960 ഡിഗ്രി ആയിരിക്കും. ഇത്രയായിരിക്കും അതിൻ്റെ സം ഓഫ് ദി ആംഗിൾസ്.